ഇത് നമ്മൾ ഈ വിഷയം ഇവിടെ നേരത്തെ ചർച്ച ചെയ്തതാണ്. 2 വർഷം മുമ്പ് സമാനമായ ഒരു സംഭവം റഹീമിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇതേമാതിരി പലതരം മിസ്റ്റേക്കുകൾ, ഭാഷാപരമായ പിഴവുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്നു. ഇപ്പോൾ ഉള്ളതുപോലെ അതിനേക്കാൾ മാരകമായ സ്വഭാവത്തിലുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയ വിമർശനങ്ങളും ഉണ്ടായി. ആ സമയത്ത് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് അതേക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അത് പലരും അന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഒരു ആവർത്തന വ്യവസ്ഥ അതിനകത്ത് ഉണ്ടാകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് അത് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംഗതിയാണ്. അന്ന് റഹീം എന്താണ് രാജ്യസഭയിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് അത് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ വാക്ചാതുര്യയുടെ പ്രശ്നമുണ്ട്, ഘടനയുടെ പ്രശ്നമുണ്ട്, വ്യാകരണപരമായ പ്രശ്നങ്ങളുണ്ട്, സെലക്ട് ചെയ്ത വാക്കുകളുടെ പ്രശ്നമുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭാഷ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഭയങ്കര അങ്ങേറ്റം വികൃതമായിരുന്നു, അത് ശരിയാണ്. പക്ഷേ അതേസമയം റഹീം എന്ന് പറയുന്ന ഒരു ഭാഷാ പണ്ഡിതനല്ല. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ആളുകളെ നല്ല ഭാഷ ശുദ്ധ ഭാഷ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അത് കേൾപ്പിച്ച് അവരെ കോൾമേൽ കൊള്ളിക്കുക എന്നുള്ളതല്ല. അങ്ങനത്തെ ഉത്തരവാദിത്വം അങ്ങനെ പ്രതിനിധാനം ചെയ്യുന്നൊരു സമൂഹമുണ്ട്, രാഷ്ട്രീയ പാർട്ടിയുണ്ട്, ജനങ്ങളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുക, രാജ്യസഭയിൽ പാർലമെൻറ്റിൽ ഉന്നയിക്കുക എന്നുള്ളതാണ്. അത് ഭാഷ അറിയില്ലെങ്കിലും അല്ലെങ്കിൽ ഭാഷയിൽ എനിക്ക് ദൗർബല്യങ്ങളുണ്ടെങ്കിലും ഞാനത് പറയും എന്നൊരാൾ തീരുമാനിക്കുന്നത് നിശ്ചയമായിട്ടും അത് നല്ല കാര്യമാണ്.